നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഗോഡ്സെ അനുകൂലികളായ ഹിന്ദു മഹാസഭ കേരളത്തിലേക്കും പ്രവർത്തനം വ്യാപിപ്പിക്കുന്നു. സംഘടനയുടെ ആദ്യ യൂണിറ്റ് കോഴിക്കോട് സ്ഥാപിക്കും. സംസ്ഥാനത്ത് 2 ഇടത്ത് ഗോഡ്സെ പ്രതിമ സ്ഥാപിക്കുമെന്ന് ഹിന്ദു മഹാസഭ സംസ്ഥാന കോർഡിനേറ്റർ അജിത് കുമാർ പറഞ്ഞു. അഖില ഭാരതീയ ഹിന്ദു മഹാസഭയുടെ പ്രവർത്തനം കേരളത്തിലേക്ക് വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഗോഡ്സെയുടെ പ്രതിമ സ്ഥാപിക്കാൻ നീക്കം നടക്കുന്നത്. ഹിന്ദു മഹാസഭയുടെ കേരളത്തിലെ ആദ്യ യൂണിറ്റ് കോഴിക്കോട്ട് നിലവിൽ വന്നു. സംസ്ഥാനത്തെ 8 ജില്ലകളിൽ ആദ്യഘട്ടത്തിൽ യൂണിറ്റുകൾ സ്ഥാപിക്കും. ഹിന്ദു മഹാസഭയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ അടക്കമുള്ളവർ ഫെബ്രുവരി ആദ്യവാരത്തിൽ കേരളത്തിലെത്തും. തുടർന്ന് ഗോഡ്സെയുടെ പ്രതിമ സ്ഥാപിക്കാനുള്ള തീരുമാനം ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. കേരളത്തിൽ നമ്മൾ 8 ജില്ലകളിൽ ഇപ്പോൾ പ്രവർത്തനക്ഷമമായി കഴിഞ്ഞു. അതിൻ്റെ വർക്കിലാണ് നമ്മൾ എല്ലാ പ്രാരംഭ ഘട്ടത്തിലാണ് പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞത്. അതിലുപരി കേന്ദ്ര സമിതിയുടെ നിർദ്ദേശപ്രകാരം തന്നെ നമ്മുടെ നാഥുറാം ഗോഡ്സെയുടെ പ്രതിമ കേരളത്തിൽ 2 ജില്ലകളിൽ സ്ഥാപിക്കാനുള്ള തീരുമാനത്തിൽ അഖിലേന്ത്യാ നിർദ്ദേശപ്രകാരം കേരളം തീരുമാനമെടുത്തു കഴിഞ്ഞു. കോഴിക്കോടാവും സംസ്ഥാനത്ത് ആദ്യം ഗോഡ്സെ പ്രതിമ സ്ഥാപിക്കുക. ഹിന്ദുക്കൾക്ക് വേണ്ടി നിലകൊള്ളുന്നതിന്റെ ഭാഗമായാണ് തങ്ങളുടെ പ്രവർത്തനമെന്നും നേതൃത്വം വിശദീകരിച്ചു. ഞങ്ങൾ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നവരല്ല, പൂർണ്ണമായിട്ടും ഹിന്ദുക്കൾക്ക് വേണ്ടി വാദിക്കുന്നതാണ്. നാഷണൽ കമ്മിറ്റി നിർദ്ദേശപ്രകാരം ഭാരതത്തിൽ സ്ഥാപിക്കാമെങ്കിൽ കേരളത്തിലും സ്ഥാപിക്കാമല്ലോ. ഭാരതത്തിൽ ഉൾപ്പെട്ടാണല്ലോ കേരളം. അതുകൊണ്ട് കേരളത്തിലും ഞങ്ങൾ സ്ഥാപിക്കാൻ നിർദ്ദേശം കിട്ടിയിട്ടുണ്ട്. അതേസമയം സംസ്ഥാനത്ത് ഗോഡ്സെ പ്രതിമ സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ച ഹിന്ദു മഹാസഭക്കാരെ കുറിച്ച് സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം ആരംഭിച്ചു. റിപ്പോർട്ടർ, കോഴിക്കോട്. ഈ വിഷയമാണ് ഇന്ന് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത്. അഡ്വക്കേറ്റ് സുരേഷ് ബാബു, ശ്രീ അജിത് കുമാർ, ശ്രീ MN കാരശ്ശേരി, ശ്രീ MM സോമശേഖരൻ എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ശ്രീ അജിത് കുമാർ, ഏത് സാഹചര്യത്തിലാണ് ഹിന്ദു മഹാസഭ ഇപ്പോൾ കേരളത്തിൽ പ്രവർത്തനം ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്? ഹിന്ദു മഹാസഭയുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ കേരളത്തിലും ശക്തമായ പ്രവർത്തനങ്ങൾ തുടങ്ങുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് ഇപ്പോൾ ഗോഡ്സെ പ്രതിമ സ്ഥാപിക്കാൻ നിങ്ങൾ ഒരുങ്ങുന്നു? കേരളത്തിൽ എവിടെയെല്ലാമാണ് ഗോഡ്സെ പ്രതിമ സ്ഥാപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്? ധീരനായ ഹിന്ദു മഹാസഭയുടെ പ്രവർത്തകരായിരുന്നു മഹാനായ ഗോഡ്സെ. അതുകൊണ്ട് തന്നെ ഗാന്ധി ഘാതകൻ എന്ന പേരിൽ അദ്ദേഹത്തെ ചരിത്രം മാറ്റി എഴുതിയപ്പോൾ, അദ്ദേഹം ചരിത്രം പിന്തള്ളിയപ്പോൾ നമുക്കൊക്കെ അറിയാം ഗാന്ധി ഘാതകൻ എന്തു സംഭവിച്ചു എന്ന് ഇവിടുത്തെ ചരിത്രം ഒരിക്കൽ പോലും പഠിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഗാന്ധി ഘാതകനെ കുറിച്ചിട്ട് ഇവിടുത്തെ ചരിത്രം പഠിക്കണം. എന്താണ് ഗാന്ധി ഘാതകന് സംഭവിച്ചത് എന്ന്, ഗാന്ധി ഘാതകൻ ഒരു ദേശാഭിമാനിയായിരുന്നു എന്ന്, മഹാനായ ഗോഡ്സെ ഒരു ദേശാഭിമാനിയായിരുന്നു. അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത് എന്ന് ഇവിടുത്തെ ചരിത്രം പഠിക്കണം. അതിനു മുന്നോടിയായിക്കൊണ്ട് തന്നെയാണ് ഹിന്ദു മഹാസഭയുടെ നേതൃത്വത്തിൽ ഭാരതത്തിലുടനീളം കേരളത്തിലും 2 ജില്ലകളിൽ ഹിന്ദു മഹാസഭ മഹാനായ ഗോഡ്സെയുടെ പ്രതിമ സ്ഥാപിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. വ്യക്തമാണ്. അഡ്വക്കേറ്റ് സുരേഷ് ബാബു, കോഴിക്കോട് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കേന്ദ്രമായിരുന്നു. മഹാത്മാഗാന്ധി വന്നിറങ്ങിയ പ്രദേശം, അതുപോലെ തന്നെ സ്വദേശാഭിമാനിയുടെ പ്രവർത്തന കേന്ദ്രം, അങ്ങനെ എല്ലാ രീതിയിലും രാജ്യത്തിൻ്റെ മതേതരത്വത്തിൻ്റെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിൻ്റെ ഒരു കേന്ദ്രമായ കോഴിക്കോട് ഇപ്പോൾ ഹിന്ദു മഹാസഭ പ്രവർത്തനം തുടങ്ങുന്നു. അവർ ഗോഡ്സെയുടെ പ്രതിമ സ്ഥാപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. എങ്ങനെ പ്രതികരിക്കുന്നു? ഭരണഘടനാനുസൃതമായി ജനാധിപത്യ സംവിധാനത്തിൽ ഹിന്ദു മഹാസഭക്കോ ഒരു വ്യക്തിക്കോ ആരുടെയെങ്കിലും പ്രതിമ അവരുടെ സ്ഥലത്ത് സ്ഥാപിക്കുന്നതിന് ഒരു തടസ്സമൊന്നുമില്ല. പക്ഷേ ഇത് രാജ്യത്തെ ജനങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്ത് എന്നതാണ് വളരെ പ്രധാനമായ ഒരു വിഷയം. രാജ്യം ലോക സമൂഹത്തിൻ്റെ മുന്നിൽ സ്വേച്ഛാധിപത്യത്തിന് വഴങ്ങി സ്വാതന്ത്ര്യമില്ലാതെ വിദേശ മേൽക്കോയ്മയ്ക്ക് അടിമപ്പെട്ടപ്പോൾ എല്ലാത്തിനും പരിഗണന നൽകിക്കൊണ്ട് സമാധാനപരമായ ഒരു സമര നീക്കത്തിലൂടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയെടുത്തപ്പോൾ ആ സ്വാതന്ത്ര്യത്തിന് ഒരു കണ്ടീഷനായി വന്ന പാകിസ്ഥാൻ രൂപീകരണത്തിൻ്റെ പശ്ചാത്തലം ഹിന്ദു മുസ്ലിം വർഗീയ സംഘട്ടനത്തിലേക്ക് രാഷ്ട്രം നീങ്ങിയപ്പോൾ ഒരു ഹിന്ദുവും ഒരു മുസൽമാനും കൊല്ലപ്പെടരുത് എന്ന സമൂഹത്തിൻ്റെ മുന്നിൽ ഏറ്റവും മഹത്തരമായ മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ട് പ്രവർത്തിച്ച മഹാത്മാവിനെ ഒരു ഹിന്ദു ഫാസിസ്റ്റ് വെടിവെച്ച് കൊന്നത്, ആ ഫാസിസ്റ്റിനെ വീരാരാധനയോടുകൂടി കൊണ്ടു നടക്കുന്നു ഹിന്ദു മഹാസഭ എന്ന് പറഞ്ഞാൽ
സാമുദായിക മൈത്രിക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന, ഹിന്ദുക്കളുടെ രാഷ്ട്ര പുരോഗമനത്തിനും ഹിന്ദുക്കളുടെ മതാചാരത്തിൻ്റെ എല്ലാവിധ സീമകൾക്കും എതിരായ ഒരു ചിന്തയും സന്ദേശവുമാണ് ഇതിലൂടെ ഹിന്ദു മഹാസഭ ഭാരതത്തിലെ ജനങ്ങൾക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നത്. അതവർക്ക് ഗുണകരമാണ് എന്നവർ വിചാരിക്കും. പക്ഷേ മതനിരപേക്ഷ ഭാരതത്തിൻ്റെ ജനങ്ങളുടെ മുന്നിൽ ഒരിക്കലും അവർക്ക് നിലനിൽക്കാൻ കഴിയില്ല എന്നതാണ് എൻ്റെ നിരീക്ഷണം. ശ്രീ എം എൻ കാരശ്ശേരി, ആദ്യം ഖർ വാപ്പസി, അതിനുശേഷം ഇപ്പോൾ ഗോഡ്സെയെ മഹാനായി ചിത്രീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രതിമ സ്ഥാപിക്കാൻ നടത്തുന്ന നീക്കങ്ങൾ, ഹിന്ദു മഹാസഭ വളരെ നാളത്തെ അവർ കേരളത്തിൽ ഒരു പ്രവർത്തനവും നടത്തിയിരുന്നില്ല. പക്ഷേ അവർ കേരളത്തിൽ ഇപ്പോൾ പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നു, കോഴിക്കോട് യൂണിറ്റ് സ്ഥാപിക്കുന്നു. ഇത് ഏത് രാഷ്ട്രീയത്തെയാണ് പുറത്തു കൊണ്ടുവരുന്നത്? അല്ല പ്രകാശ്, എനിക്ക് എൻ്റെ മാതൃഭാഷയായ മലയാളത്തെ പറ്റി വാസ്തവമായും വ്യസനം തോന്നുന്നു. കാരണം ഈ ഭാഷയിൽ ഒരാള് ഞാൻ കേൾക്കെ മഹാനായ ഗോഡ്സെ എന്ന് പറഞ്ഞല്ലോ എന്ന് ആലോചിച്ചിട്ട്, അതായത് ഇനി എന്താണ് ഈ ഭാഷയിൽ പറയാൻ ബാക്കിയുള്ളതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്കത് മനസ്സിലാവുന്നേ ഇല്ല. എന്താന്ന് വിചാരിച്ചാല് ഈ മഹാത്മാഗാന്ധിയെ പോലുള്ളൊരു വലിയ മനുഷ്യനെ പ്ലാൻ ചെയ്ത് 6 തവണയെങ്കിലും ആസൂത്രണം ചെയ്ത് വെടിവെച്ചു കൊന്ന് യാതൊരു മനസ്താപവും ഇല്ലാതെ, മനസാക്ഷിക്കുത്തും ഇല്ലാതെ ഞാൻ എന്തിന് ഗാന്ധിയെ കൊന്നു എന്ന് പുസ്തകം എഴുതി തൂക്കുമരത്തിൽ കയറിയ ആളാണ് നഥുറാം വിനായക് ഗോഡ്സെ. അദ്ദേഹത്തെ പറ്റി മഹാൻ എന്നും ദേശാഭിമാനി എന്നും ദേശസ്നേഹിയൊക്കെ കേൾക്കേണ്ടി വന്നത് എന്റെ ജീവിതത്തിലെ മഹാദുരന്തങ്ങളിലൊന്നാണ്. എനിക്ക് എന്നെപ്പറ്റിയും സങ്കടം തോന്നുന്നുണ്ട്. കോഴിക്കോട്ട് ഗോഡ്സെയുടെ പ്രതിമ സ്ഥാപിക്കാൻ തീർച്ചയായിട്ടും ജനാധിപത്യത്തിൽ ഒരു സഭയ്ക്ക് അവകാശമുണ്ട്. അവർ സ്വയം ഹിന്ദു മഹാസഭ എന്ന് വിളിക്കുന്നതിനെ പറ്റിയും എനിക്ക് സങ്കടമുണ്ട്. കാരണം ഹിന്ദു പാരമ്പര്യം എന്ന് പറയുന്നത് ഈ തരത്തിലുള്ള അക്രമത്തിന്റെയും ഹിംസയുടെയും വെറുപ്പിന്റെയും പാരമ്പര്യമാണ് എന്ന് വിചാരിക്കാത്ത ഒരാളാണ് ഞാൻ അങ്ങനെ വിചാരിക്കുന്നേ ഇല്ല. ഹിന്ദു പാരമ്പര്യം എന്ന് പറയുന്നതിൽ, ഇന്ത്യൻ പാരമ്പര്യം എന്ന് പറയുന്നതിൽ ഉള്ളതാണ് ബുദ്ധനും വിവേകാനന്ദനും ഗാന്ധിയൊക്കെ. ഇവർക്ക് വേണ്ടത് രാഷ്ട്രീയമാണ്, ഇവർക്ക് വേണ്ടത് ഫാസിസമാണ്. അതുകൊണ്ട് ഈ ഗാന്ധി അദ്ദേഹത്തിന്റെ ആദ്യകാല പ്രവർത്തന മേഖലകളൊന്നായിട്ട് കോഴിക്കോട് കണ്ടിരുന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെയാണ് കേളപ്പൻ ഉണ്ടായിരുന്നത്, കേശവൻ ഉണ്ടായിരുന്നത്, മാതൃഭൂമി ഉണ്ടായത്, മുഹമ്മദ് അബ്ദുറഹ്മാൻ ഉണ്ടായത്, മൊയ്തു മൗലവി ഉണ്ടായത്. ഇവിടുത്തെ കടപ്പുറത്തും ഇവിടെ ഗാന്ധിയോടൊന്ന് ജനങ്ങൾ വിളിച്ചാ ഗാന്ധി നടന്നുപോയ വഴിക്ക്. അപ്പോ അവിടെ തന്നെ ഒരു പ്രതിമ സ്ഥാപിക്കണം. അതും പ്രത്യേകിച്ച് ഗാന്ധി കൊല്ലപ്പെട്ട മാസമാണിത്. ഈ ജനുവരി 30 തന്നെ അത്തരം പണികൾ നടത്തും എന്ന് വന്നാൽ ചരിത്രത്തിന്റെ കഴിക്കുന്ന തമാശകൾ എന്ന് മാത്രമേ പറയാനുള്ളൂ. തീർച്ചയായിട്ടും ഗാന്ധിയുടെ പാരമ്പര്യം അവകാശപ്പെട്ടുകൊണ്ട് ഇനി ഇവിടുത്തെ ഹിന്ദുത്വ രാഷ്ട്രീയക്കാർ വരില്ല എന്നൊരു സമാധാനം മാത്രമേ എനിക്ക് ഈ സമയത്ത് തോന്നുന്നുള്ളൂ. ദയവായി തുടരുക. ശ്രീ എം എം സോമശേഖരൻ, ഹിന്ദു മഹാസഭ ചരിത്രത്തിൽ വഹിച്ച പങ്ക് എന്തായിരുന്നു? അതുപോലെ ഗോഡ്സെയും ഇപ്പോൾ BJP കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നിരിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് എത്തുന്നു. ഏത് രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യത്തിലാണ് ഗോഡ്സെയുടെ പേരുച്ചരിക്കാനും ഗോഡ്സെയുടെ പ്രതിമ സ്ഥാപിക്കാനും ഹിന്ദു മഹാസഭ കേരളത്തിൽ പ്രവർത്തനം നടത്താനും ധൈര്യപ്പെടുന്നത്? പ്രകാശ്, കാരശ്ശേരി മാഷ് പറഞ്ഞതുപോലെ സ്വന്തം ദേശത്തിന്റെ അപമാനം കൊണ്ട് തല കുനിഞ്ഞു പോകുന്ന ഒരു സമയമായത്. നമുക്ക് ആർക്കും ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര അപമാനകരമായ ഒരു കാര്യമാണ്. നമ്മളെക്കുറിച്ച് തന്നെ വളരെ ലജ്ജ തോന്നുന്ന, അപമാനം തോന്നുന്ന ഒരു നിമിഷമായി ഈ വാർത്ത നമുക്ക് കൊണ്ടുവരുന്നത്. അതിൽ പ്രധാനപ്പെട്ട പ്രശ്നം, നമ്മളിപ്പോ ഗോഡ്സെയെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ഈ മഹാഭാരതത്തില് കുരുക്ഷേത്ര യുദ്ധത്തില് ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു വീണിട്ട് അവരെ ശവം കണ്ടിട്ട്, രണ്ടു പക്ഷത്തുള്ള ആളുകൾ മരിച്ചിട്ട് ശവം കണ്ടിട്ട് അവരുടെ അമ്മയായിട്ടുള്ള ഗാന്ധാരി വിലപിക്കുന്നൊരു വാചകമുണ്ട് എടുത്തുവെച്ചും പറയുന്നത്. ഇത്ര കുടിലത്വം ഉണ്ടായ ഒരുത്തനെ പൃഥ്വിയിലിംഗമേ കണ്ടിയിലാണ്. കുടിലതയുടെ പര്യായമാണ് ഈ തീരുമാനം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഗോഡ്സെ ഗാന്ധിജിയെ കൊന്നു എന്നത് മാത്രമല്ല അതിൽ പ്രധാനപ്പെട്ട പ്രശ്നം. ഗോഡ്സെ ഗാന്ധിജിയെ കൊല്ലുന്നത് എന്തിനു വേണ്ടി എന്നത് കൂടി വലിയ പ്രശ്നമാണത്. അതിന്റെ സാഹചര്യം എന്തെന്നുള്ളത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ
വിഭജിച്ചിട്ട് ഈ നമ്മളെ കുരുക്ഷേത്ര യുദ്ധത്തെക്കാൾ ഭീകരമായിട്ട് 10,000-കണക്കിന് മനുഷ്യരുടെ കബന്ധങ്ങളിലൂടെ നടന്നിട്ട് അങ്ങേയറ്റം വെറുപ്പും വിദ്വേഷവും കൊണ്ട് രാജ്യം ഛിന്നഭിന്നമായി പോകുന്ന ഒരു സാഹചര്യത്തിൽ ഗാന്ധിജി നിരാഹാരം കിടക്കുകയും മുസ്ലിങ്ങളോട് ഒരു ഹിന്ദു എന്ന് സ്വയം അഭിമാനിക്കുന്ന ആളാണ് ഗാന്ധി മതവിശ്വാസിയാണെന്ന് സ്വയം പറയുന്ന ആളാണ്. മുസ്ലിങ്ങളോട് സഹാനുഭൂതി കാണിക്കണമെന്നും അവരുടെ ജീവിതത്തിന് സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും പറഞ്ഞിട്ട് സമരം ചെയ്തു അല്ലെങ്കിൽ അതിനുവേണ്ടി യത്നിക്കുന്നതിന്റെ പേരിലാണ് മുസ്ലിങ്ങളോട് സഹാനുഭൂതി കാണിക്കുന്നു, രാജ്യം ഛിന്നഭിന്നമാകരുതെന്ന് പറയുന്നു എന്നതിന് വേണ്ടി നിരാഹാരിരിക്കാനും നവകാലിയിലൊക്കെ പോയിട്ട് തെരുവുകൾ തോറും പോയിട്ട് പ്രവർത്തിക്കാനും സന്നദ്ധമായതിന്റെ പേരിലാണ് ഗാന്ധിജിയെ കൊല്ലുന്നത്. അല്ലാതെ വെറും ഗാന്ധി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അല്ലെങ്കിൽ രാഷ്ട്രപിതാവ് എന്ന് പറഞ്ഞ ഒരാളെ കൊന്നു എന്ന് പറയുന്ന ദേശദ്രോഹം മാത്രമല്ലത്. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ കാണേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ ഹിന്ദു മഹാസഭയുടെയും ഈ ഗോഡ്സെയുടെയും ചരിത്രം എന്താണ്, ഗാന്ധിയുടെ ചരിത്രം എന്താണുള്ളത്. എങ്ങനെയാ ബ്രിട്ടീഷുകാർ നമ്മുടെ നാട്ടിൽ ആധിപത്യം ഉണ്ടാക്കുന്നത്? ഇന്ത്യ എന്ന് പറഞ്ഞൊരു രാജ്യമൊന്നുമില്ല. നൂറുകണക്കിന് ജാതികളും ഉപജാതികളും മതങ്ങളും ഒക്കെ ആയിട്ട് ഛിന്നഭിന്നമായി കിടക്കുന്ന ഒരു രാഷ്ട്രം എന്ന ബോധമില്ലാതിരുന്ന ജനതയെ ഗാന്ധി ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് നിരാഹാരം കിടക്കുക മാത്രമല്ല ചെയ്തത്. ഗാന്ധിയും കോൺഗ്രസും കൂടി ചേർന്നാണ് ഇന്ത്യയെ ഏകീകൃതമായ ഒരു രാഷ്ട്രമാക്കി മാറ്റിയത്. ബ്രിട്ടീഷുകാർക്ക് ഇവിടെ ആധിപത്യം ഉറപ്പിക്കാൻ കഴിഞ്ഞതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയിലെ ജനങ്ങൾ മതത്തിന്റെയും ജാതിയുടെയും നാട്ടുരാജ്യങ്ങളുടെയും ഭാഷയുടെ ഒക്കെ പേരിൽ തമ്മിലടിച്ച് ശിഥിലമായിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. ബ്രിട്ടനേക്കാൾ വളരെ വലിയൊരു രാജ്യമായിരുന്നു ഇന്ത്യ. ആ ശൈലിയിലേക്ക് മാറ്റിയിട്ട് ഉദ്ഗതിക്കുന്ന ഒരു ഏകീകൃത രാഷ്ട്രമായിട്ട് ഞാൻ ഇന്ത്യക്കാരനാണ് എന്നുള്ള രാഷ്ട്രബോധത്തിലേക്ക് എത്തിക്കുക കൂടിയാണ് കോൺഗ്രസ് ചെയ്തത്. ഈ കാലത്തുടനീളം ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു കല്ലെടുത്തെറിഞ്ഞ ചരിത്രം പോലും ഇല്ലാത്ത പാർട്ടിയാണ് ഹിന്ദു മഹാസഭ, RSS എന്നൊക്കെ പറയുന്നത്. അവർ അതിന്റെ രൂപീകരണ കാലം മുതൽ ശ്രമിച്ചു പോന്നിരുന്നത് മുസ്ലിങ്ങളെ കൊല്ലുന്നു എന്നുള്ള പ്രശ്നം മാത്രമല്ല, രാജ്യത്ത് വിഘടനം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഒരു വശത്ത് കോൺഗ്രസും ദേശീയവാദികളും ഇന്ത്യൻ ജനങ്ങളെ ഒന്നിപ്പിക്കാൻ വേണ്ടി പാടുപെടുന്ന സമയത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു കല്ലെടുത്തെറിയ പോലും സന്നദ്ധാകാതെ നാട്ടിലെ മുസ്ലിങ്ങളെ കൊന്നിട്ട് വർഗീയ വിഷം ഉണ്ടാക്കിയിട്ട് തമ്മിലടിപ്പിച്ചിട്ട് രാജ്യത്തെ ഛിന്നഭിന്നാക്കാൻ ശ്രമിച്ച ആൾക്കാരാണ് ഈ ഹിന്ദു മഹാസഭയും RSS ഒക്കെ. ദേശീയ പ്രസ്ഥാനത്തിന്റെ കാലത്ത് വാദം പിടിച്ച് മരിക്കുകയല്ലാതെ ഒരു രക്തസാക്ഷി പോലും ഇവർക്കില്ല. വാദം പിടിച്ച് മരിച്ച ചരിത്രം മാത്രമാണ് അവർക്ക് ഈ ദേശീയ പ്രസ്ഥാനത്തിന്റെ കാലത്തുള്ളത്. അല്ലാതെ ഏതെങ്കിലും തരത്തിൽ പോരാടിയതിന്റെ ചരിത്രം അവർക്കില്ല. ഇന്നിപ്പോ ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ അവർ വീണ്ടും കൊണ്ടുവരാൻ പോകുന്നത് നമ്മളിപ്പോ ഈ ഗുജറാത്തിലേക്ക് കൂട്ടക്കൊല പോലെ രാജ്യത്ത് ഇതുകൊണ്ട് ഇപ്പൊ കേരളത്തിൽ മുഴുവൻ വർഗീയത ഉണ്ടാകുമെന്ന് ഞാൻ കാണുന്നില്ല. ഏറ്റവും തീവ്രമായിട്ട് ജനങ്ങളെ പ്രകോപിപ്പിച്ചിട്ട് എങ്ങനെയെങ്കിലും കുടിലമായ രീതിയിൽ രാജ്യത്ത് വർഗീയതയും വർഗീയ വിഷവും ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണിത്. ഇതിപ്പോ ഈ പറയുന്ന കുട്ടികൾക്ക് ആരാ ഗോഡ്സെ എന്നോ ഒക്കെ അറിയുമെന്ന് എനിക്കറിയില്ല ഇതിന്റെ ആളുകൾക്ക്. പക്ഷെ യഥാർത്ഥത്തിൽ അവരുടെ ലക്ഷ്യം, അവരെ നയിക്കുന്ന ആളുകളുടെ ലക്ഷ്യം, രാജ്യത്ത് അവരെ മുകളിലുള്ള ആളുകളുടെ ലക്ഷ്യം എങ്ങനെയെങ്കിലും സമാധാനത്തോടെ നിങ്ങളെ കിടന്നുറങ്ങാൻ അനുവദിക്കാതിരിക്കണം, നമുക്ക് ശാന്തിയും സമാധാനവും നശിപ്പിക്കണമെന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ മുമ്പിൽ ഒറ്റ ചോദ്യം ഇതാണ്: രാജ്യം പരസ്പരം വാളെടുത്ത് വെട്ടിയിട്ട് കുട്ടിച്ചോറാകണോ, അതല്ല ഗാന്ധിയുടെ കൂടെ നിൽക്കണോ? വളരെ വ്യക്തമാണ് താങ്കളുടെ നിലപാട്. അഡ്വക്കേറ്റ് സുരേഷ് ബാബു, ഇത്തരം പ്രവർത്തനങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയർന്നു വരുമ്പോൾ സംസ്ഥാന സർക്കാർ ഇടപെടേണ്ടതില്ലേ? ഘർ വാപ്പസിയുടെ പ്രശ്നം വന്നു, ആ സമയത്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ് സർക്കാർ അതിന് പുറംതിരിഞ്ഞു നിന്നു. അതുപോലെയാണോ ഇതും? ഇതിപ്പോൾ പെട്ടെന്നൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടില്ലെങ്കിൽ കൂടി ഇത്തരം പ്രവർത്തനങ്ങൾ മുളയിലെ നുള്ളേണ്ടതില്ലേ? അതിന് സർക്കാർ സന്നദ്ധമാകേണ്ടതില്ലേ? സർക്കാരിൻ്റെ ഇടപെടലുകളേക്കാൾ കൂടുതൽ ജനാധിപത്യ ബോധമുള്ള മതനിരപേക്ഷ കക്ഷികളുടെ ഇടപെടലുകളാണ് വളരെ അത്യാവശ്യമുള്ളത് എന്നെനിക്ക് തോന്നുകയാണ്. അതിൽ പ്രധാന നേതൃത്വം വഹിക്കേണ്ടത് എൻ്റെ പാർട്ടിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ്. ആ ഉത്തരവാദിത്വം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏറ്റെടുക്കും. ഇവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ വളരെ വിഭിന്നമായ വ്യത്യസ്ത സംസ്കാരമുള്ള ഭാരതത്തിലെ ജനങ്ങളെ മുഴുവൻ ഏകോപിപ്പിക്കുക കൂടി ചെയ്തുകൊണ്ട് സ്വാതന്ത്ര്യത്തിലേക്ക് ഇന്ത്യ രാജ്യത്തെ നയിച്ച രാഷ്ട്രീയ പ്രസ്ഥാനവും അതിന് മഹത്വരമായ നേതൃത്വം കൊടുത്ത മഹാത്മജിയും രാജ്യത്ത് അനിവാര്യമല്ലാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കുന്നു എന്ന വ്യാജേന അവരെ വെടിവെച്ച് കൊന്നിട്ട് ആ വ്യക്തിയെ മഹാൻ എന്ന അഭിസംബോധന ചെയ്യാൻ മാത്രം ലജ്ജാകരമായ സാഹചര്യം കേരളത്തിലടക്കമുണ്ടായി എന്നതാണ് വളരെ വേദനിപ്പിക്കുന്നൊരു വിഷയം. അതിനെ ഗവൺമെന്റിന്റെ മെഷീനറിയും ഉപയോഗിച്ച് നേരിടുന്നതിന് പകരം ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് കൂടുതലായി അക്കാര്യത്തിലേക്ക് വരേണ്ടുന്നത്.
കോൺഗ്രസ് മാത്രമല്ല, ജനാധിപത്യ ബോധമുള്ള, മതനിരപേക്ഷത സ്വീകരിക്കുന്ന, അത് RSSന്റെയും അതേപോലെ തന്നെ ഹിന്ദു മഹാസഭയുടെയും തീവ്ര മത രാഷ്ട്രീയത്തെ ചെറുക്കണം എന്നാഗ്രഹിക്കുന്ന എല്ലാ ജനവിഭാഗങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള ഒരു പോരാട്ടമാണ് ഇത്തരം സാമൂഹ്യ വിരുദ്ധ ചിന്തകളിൽ നിന്ന് ജനങ്ങളെ അകറ്റി നിർത്താൻ സഹായകരമാവുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അഡ്വക്കേറ്റ് സുരേഷ് ബാബു, പക്ഷേ അത് എത്രത്തോളം നടക്കുന്നുണ്ട്? ഇപ്പോൾ സമീപ നാളുകളിൽ സംഘപരിവാറിൻ്റെ വിവിധ സംഘടനകൾ വളരെ ബോധപൂർവം കേരളത്തിൽ ഇത്തരത്തിൽ അവർക്ക് അടിത്തറ ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ നടത്തുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഇതേ സംഭവം, ഇതിൽ ഘർ വാപ്പസി എത്രത്തോളം ഇവിടുത്തെ മതേതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇതിൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനും അത്തരം പ്രവർത്തനങ്ങൾ തടയാനും സജീവമായി ഇടപെട്ടു? അതല്ലെങ്കിൽ അങ്ങനെ ഒരു ഇടപെടൽ നടത്തുന്നതിൽ നിന്ന് അവരെ തടയുന്ന ഘടകങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്താണ്? എത്രത്തോളം ഇടപെട്ടു എന്നതിനെക്കുറിച്ച് ഒരു അസസ്മെന്റ് എൻ്റെ ഭാഗത്തു നിന്ന് എടുത്തിട്ടില്ല. അവരെ രാഷ്ട്രീയമായി ഒരു കാരണവും തടയുന്നില്ല എന്നാണ് ഞാൻ നിഗമനിക്കുന്നത്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളായാലും അതേപോലെ തന്നെ മറ്റിതര രാഷ്ട്രീയ സാമൂഹ്യ പ്രസ്ഥാനങ്ങളായാലും അതിലേക്കൊക്കെ നീങ്ങണം. ആ സംഘടനാപരമായ മറ്റ് ബന്ധങ്ങളും ചുറ്റുപാടുകളും നിർബന്ധിക്കപ്പെടുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളും ഉള്ളതുകൊണ്ട് ഒരുപക്ഷെ കുറച്ച് പിറകോട്ടായിരിക്കാം അവരുടെ പ്രവർത്തനമെങ്കിലും ഒരു ഘട്ടം വരുമ്പോൾ ഇത്തരമൊരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിഷയത്തിലേക്ക് കടന്നു വരാൻ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും തയ്യാറാവും. ഇതേപോലെ ഫാസിസ്റ്റ് ചിന്താഗതിയുള്ള RSSും അതേപോലെ ഈ ഹിന്ദു മഹാസഭയും തുടങ്ങിയ ചുരുക്കം ചില സംവിധാനങ്ങൾ ഒഴിച്ച് എന്നാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ നിഷ്പക്ഷമായി വിലയിരുത്താൻ കഴിയുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് തോന്നുന്നത്. ശ്രീ MN കാരശ്ശേരി, ഹിന്ദുത്വ സംഘടനകളുടെ തെറ്റായ രീതിയിലുള്ള സാമൂഹിക ഇടപെടൽ ശ്രമങ്ങളെ, അവർ നടത്താൻ ഉദ്ദേശിക്കുന്ന പരീക്ഷണങ്ങളെ അത് യഥാസമയം മനസ്സിലാക്കാനും നേരിടാനും കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ അത് ഉണർന്നു പ്രവർത്തിക്കുന്നുണ്ടെന്ന അഭിപ്രായം താങ്കൾക്കുണ്ടോ? അതല്ലെങ്കിൽ അത്തരമൊരു സജീവത അക്കാര്യത്തിൽ കേരളം ഇനിയെങ്കിലും ഏറ്റെടുക്കേണ്ടതല്ലേ? ഇല്ല പ്രകാശ്, ഇത് എന്താന്ന് വിചാരിച്ചാല് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളിൽ മുതിർന്നുകൊണ്ടിരിക്കുന്നത് അരാഷ്ട്രീയതയാണ്. അന്ധവിശ്വാസം, അനാചാരം, വർഗീയത, മതഭീകരത, സ്ത്രീവിരുദ്ധത തുടങ്ങിയുള്ള ഇവിടുത്തെ മതരാഷ്ട്രീയം അല്ലെങ്കിൽ രാഷ്ട്രീയ മതം അവര് മുന്നോട്ട് വെക്കുന്ന ഇത്തരം ജീർണതകൾക്കെതിരായിട്ട് നമ്മുടെ പാർട്ടിക്കാര് ഫലപ്രദമായി യാതൊന്നും ചെയ്യുന്നില്ല. ഇപ്പോ ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാല്, ചേകനൂർ വധം, അഭയവധം, സത്നാം സിംഗ് വധം, ഈ 3 കേസുകളിൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ എന്ത് നിലപാടെടുത്തു എന്ന് നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെയോ ജാതി വിഭാഗത്തിന്റെയോ ജീർണതയെ, അന്ധവിശ്വാസത്തെ ചോദ്യം ചെയ്യാനോ അതിനെ ജനാധിപത്യ രീതിയിൽ എതിർക്കാനോ ഉള്ള തന്റെ ഇടം, അതിനുള്ള രാഷ്ട്രീയ ബോധം, നീതിബോധം ഇവിടുത്തെ ഒരു പാർട്ടിക്കും ഇല്ല. പാലിച്ചോക്കൂ, കോഴിക്കോട്ട് ഇപ്പൊ മുഹമ്മദ് നബിയുടെ മുടി പ്രതിഷ്ഠിക്കുന്ന ഒരു പള്ളി വരാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അത് അനവധി അന്ധവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു സാധനമാണ്. അന്ധവിശ്വാസം സമൂഹ വിരുദ്ധമാണ് എന്ന് പറയാൻ ഇവിടെ എത്ര പാർട്ടിയുണ്ട്, എത്ര പത്രമുണ്ട്? ഇതാണ് നമ്മുടെ സ്ഥിതി. എന്താന്ന് വിചാരിച്ചാല് ഇവിടെ ഇപ്പൊ ഇന്ത്യൻ പാരമ്പര്യത്തിൽ ഞാനിപ്പോ ആലോചിക്കുന്ന എന്താന്ന് വിചാരിച്ചാല്, ജൂദാസ് എന്ന് പറയുന്ന വഞ്ചകന്റെ പ്രതിമ നസറേത്തിൽ വെക്കുന്ന മാതിരിയായത്. പിന്നെ നമ്മുടെ നാട്ടില് ഇന്ത്യൻ പാരമ്പര്യത്തിൽ ദുർദേവതകളെ ആരാധിക്കുന്ന ഒരു പാരമ്പര്യവും നമുക്കുണ്ട്. ഇപ്പോ കോഴിക്കോട്ട് ഞാൻ കേട്ടത് സാത്താനെ പൂജിക്കുന്ന ഒരു ചർച്ച് ഉണ്ട് എന്നാ. അത് രഹസ്യമാണ്. അപ്പൊ സാത്താനെ പൂജിക്കുന്ന ഒരു ചർച്ച് അല്ലെങ്കിൽ ഇബ്ലീസിനെ ആരാധിക്കുന്ന ഒരു പള്ളി എന്നൊക്കെ വരുമായിരിക്കും ഒരു കാലത്ത്. ഇതുപോലെ ഈ ദുർദേവതകളെ, ഈ ഹിംസാടുക്കളെ, അക്രമികളെ, കൊലപാതകികളെ പൂജിക്കുന്ന ഒരു രാഷ്ട്രീയം, അത്തരം ഒരു മതബോധം, അത്തരം ഒരു സാമൂഹ്യ ബോധം ഉണ്ടായി വരികയാണ്. വ്യക്തമാണ്. ശ്രീ MM സോമശേഖരൻ, എന്തുകൊണ്ട് അത്തരത്തിലൊരു സാമൂഹിക ബോധം ഉണ്ടായി വരുന്നു? 1. 2, BJP കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതോടുകൂടി ഇത്തരം പ്രവർത്തനങ്ങൾ, പരീക്ഷണങ്ങൾ ആകാം എന്ന ഒരു നിലപാട് പുറത്തു വന്നിരിക്കുന്നു. പണ്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തോട് ഹിന്ദു മഹാസഭ സന്ധി ചെയ്തിരുന്നു എങ്കിൽ ഇന്നിപ്പോൾ സാമ്രാജ്യത്വത്തിൻ്റെ പുതിയ രീതിയിലുള്ള പ്രവർത്തന പദ്ധതികൾ
അതുമായി ബന്ധപ്പെട്ട് അതേ പാത വീണ്ടും അവർ ആവർത്തിക്കുമ്പോൾ എന്തുകൊണ്ടാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, നവസാമൂഹ്യ പ്രസ്ഥാനങ്ങൾ അതിൻ്റെ ഗൗരവത്തിൽ കണ്ട് പ്രതിരോധിക്കാൻ വിമുഖത കാണിക്കുന്നത്? പ്രകാശ്, നമ്മളിപ്പോൾ രാഷ്ട്രീയ പാർട്ടിയുടെ പേര് പറയുമ്പോൾ ഒരു വിഷമമുണ്ട്. ഞാൻ പറഞ്ഞ കോൺഗ്രസ്, മഹാത്മാഗാന്ധിയുടെ കോൺഗ്രസ് ഇന്നില്ല. ഇന്നത്തെ കോൺഗ്രസ് മഹാത്മാഗാന്ധിയുടെ കോൺഗ്രസ് അല്ല. അഴിമതിയിലും സാമ്രാജ്യത്വ സേവയിലും ജനവിരുദ്ധതയിലും ഒക്കെ ജീർണിച്ച ഒരു കോൺഗ്രസ് ആയിരുന്നല്ലോ. കോൺഗ്രസിനെ കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്, ദേശീയ രാഷ്ട്രീയം എന്ന് നമ്മൾ പറയുന്ന, ദേശീയ ബോധം എന്ന് പറയുന്നത് ഉയർത്തിപ്പിടിക്കുന്നു നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ രാഷ്ട്രീയ മണ്ഡലത്തിന്റെ അവസ്ഥ യഥാർത്ഥത്തിൽ വളരെ ജീർണിച്ച ദേശവിരുദ്ധമായ ഒരു മനോനിലയിലേക്ക് എത്തിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ ദേശീയമായിട്ടുണ്ടായിട്ടുള്ള പഴയ ദേശീയ ബോധത്തിനുണ്ടായിട്ടുള്ള ഈ ജീർണതയിൽ നിന്നാണ്, ഈ ജീർണതയുടെ ഭാഗമായിട്ടാണ് അതിന്റെ ചളിക്കൂട്ടിൽ നിന്നാണ് ഇന്നിപ്പം ഗോഡ്സെയും ഈ താമരയൊക്കെ ഉയർന്നു വരുന്നത്. നമ്മുടെ രാജ്യത്ത് ഇപ്പം പഴയ കോൺഗ്രസിന്റെ കാലത്ത് എന്ന് വ്യത്യസ്തമായിട്ട് ഇന്നിപ്പം കാരശ്ശേരി മാഷ് പറഞ്ഞ പോലെ തന്നെ നമുക്കറിയാം, ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്നത് മതജാതി സംഘടനകളെ പീഡിപ്പിക്കുക. ഇന്നിപ്പോ ഉത്തരേന്ത്യയിൽ എത്ര ജാതിയുടെ എന്നൊക്കെ നമുക്കറിയാം. എന്താ കാരണം? എല്ലാ ജാതികൾക്കും എല്ലാ മതങ്ങൾക്കും സംഘടനകൾ ഉണ്ടാവുകയും ഒരു ഏകീകൃത രാജ്യം എന്ന ബോധത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രാജ്യം ശിഥിലമാകുന്ന ഒരു സാഹചര്യം ഇന്നുണ്ട്. ഈ ദേശീയതയുടെ ജീർണതയിൽ നിന്നാണ് നമ്മൾ ഒരു കാലത്ത് ആയിരക്കണക്കിന് മനുഷ്യർ ചോര കൊടുത്തും ജീവിതം കൊടുത്തും ത്യാഗം സഹിച്ചും വളർത്തിയെടുത്ത ദേശീയ ബോധത്തിന്റെ ജീർണതയിൽ നിന്നാണ്, അതിന്റെ ചലിക്കുണ്ടിൽ നിന്നാണ് ഇതൊക്കെ ഉയർന്നു വരുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട പ്രശ്നം, നമുക്കിതിനെ മറികടക്കണമെങ്കിൽ വെറുതെ കുറെ ഗോഡ്സെ വിരുദ്ധ പ്രസംഗം നടത്തിക്കൊണ്ട് മാത്രമൊന്നും കഴിയുന്ന കാര്യമല്ലത്. രാജ്യത്ത് ദേശാഭിമാന ബോധമുണ്ടാക്കുന്ന, അല്ലെങ്കിൽ പഴയ ജനാധിപത്യത്തിന്റെ നവോത്ഥാനം എന്നൊക്കെ പറയുന്ന ഒരു ഏകീകൃത രാജ്യത്തെക്കുറിച്ചുള്ള ബോധമുണ്ടാക്കുന്ന പ്രവർത്തനം ഉണ്ടാവേണ്ടത്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ ഈ ദേശീയ പ്രസ്ഥാനത്തിന്റെ കാലത്ത് നമുക്ക് അറിയുന്നൊരു കാര്യം, ഈ BJPയുടെ RSSന്റെ ഒക്കെ യഥാർത്ഥ കള്ളി വെളിച്ചത്ത് വരണമെന്നുള്ള മാർഗം കൂടി ഞാൻ പറയുന്നത്. ഇതൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഇന്ത്യയിൽ മറ്റൊരു വശത്ത് സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ കൂടി ഉണ്ടായിരുന്നു. നമ്മൾ ഇന്നത്തെ പോലത്തെ രാജ്യമല്ല എന്നുള്ളത്. ഇപ്പോഴും ഉത്തരേന്ത്യയിലൊക്കെ ഈ ഭരിക്കുന്ന രാജ്യത്തൊക്കെ തന്നെ കുമാരനാശാന്റെ കവിതയില് ചാമർ നായകൻ ഗ്രാമത്തിന് പുറത്ത് വസിക്കുന്ന രാജ്യമായി ഇന്ത്യ. ഇന്ത്യക്കകത്ത് ഇപ്പോഴും നമ്മൾ പറയുന്ന ഗ്രാമങ്ങൾക്കകത്ത് ഓരോ ജാതിക്കും തെരുവുകളുണ്ട്. ഗൗണ്ടർ തെരുവ്, കായസ്ഥൻ തെരുവ്, ബ്രാഹ്മണർ തെരുവ് എന്നൊരു തെരുവുകളുണ്ട്. ഒരൊറ്റ ഇന്ത്യയിൽ നിന്നില്ല. നമ്മളെ ആവാസഘടന പോലും വിഘടിതമാണ്. ഈ രാജ്യത്തെ നവോത്ഥാന പ്രസ്ഥാനമൊക്കെ ഉണ്ടാക്കിയെടുത്ത ദേശീയ ഉദ്ഘാടനത്തിന്റെ വഴിയിൽ നിന്ന് നമ്മൾ അതിനെ ഉപേക്ഷിക്കുകയും വെറും രാഷ്ട്രീയമായ വിലപേശലുകളുടെയും താൽക്കാലിക ലാഭങ്ങളുടെയും അന്നന്നത്തെ ഭരണത്തിലെത്തി കീശ വെറുപ്പിക്കുന്ന താല്പര്യങ്ങളുമായിട്ട് രാഷ്ട്രീയത്തെ അധപ്പതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഗാന്ധിഘാതകൻ ഗോഡ്സെയുടെ പ്രതിമ സ്ഥാപിക്കും എന്ന വെല്ലുവിളിയുമായി ഹിന്ദു മഹാസഭ കേരളത്തിലേക്ക് വരികയാണ്. മലയാളി ഒറ്റക്കെട്ടായി ആ വെല്ലുവിളി നേരിടും എന്ന പ്രതീക്ഷയോടെ ഈ ചർച്ച അവസാനിപ്പിക്കുന്നു. വളരെ നന്ദി അഡ്വക്കേറ്റ് സുരേഷ് ബാബു, ശ്രീ അജിത് കുമാർ, ശ്രീ MN കാരശ്ശേരി, ശ്രീ MM സോമശേഖരൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്.